ഗൈസ്, ഇന്ന് നമ്മൾ പുഴയ്ക്ക് പോവുകയാണ്. നമ്മളുടെ കൂടെ ആരവുണ്ട്, അലങ്കുത, ആരാധ്യ, ഇവിടെ ആരാധ്യ, പിന്നെ സ്വന്തം അന്നമാമ. അപ്പൊ നമ്മളിതാ പോവുകയാണ്. അപ്പോൾ ഇന്നത്തേത് ഒരു കുട്ടി വ്ലോഗാണ്. ഞങ്ങൾ മലപ്പുറം പോയപ്പോൾ ഉള്ളൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇത്. നമ്മൾ കുറേ കുട്ടിപ്പട്ടാളങ്ങൾ എപ്പോൾ അവിടെ ചെന്നാലും കാണാറുണ്ടേ. അപ്പോൾ നമ്മൾ പോകുന്നത് കർമ്മ റോട്ടിലേക്കാണ്. ഈ കാണുന്നതാണ് ഭാരതപ്പുഴ. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിള്ളേർ അവിടെ ചെന്നപ്പോഴത്തേക്കും മരത്തുമേലൊക്കെ വലിഞ്ഞേറി ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് ചേട്ടായും കുഞ്ഞുവാവയും അമ്മയും കൂടെ വരുന്നത്. അപ്പം അവരെയും കൂട്ടി ഞങ്ങൾ പിന്നെ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അങ്ങനെ കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് ഇരുന്നു. അതിനിടയ്ക്ക് ചേട്ടായിയും അമ്മയും കൊച്ചും കൂടെ കടയിലിരിക്കുകയായിരുന്നു. അവിടെ തൊട്ടടുത്ത് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കായിരുന്നു ഇങ്ങോട്ട് വന്നത്. വെയിലൊക്കെ ആറ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിക്കാൻ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ പിള്ളേർക്ക് പുഴയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പുഴയ്ക്ക് ഇറങ്ങുകയാണ്. അവരവിടെ ചെന്ന് ഭയങ്കര പിള്ളേരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ തെറിച്ച് ഇങ്ങനെ നടക്കും. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. വെള്ളത്തിക്ക് ഇറങ്ങാൻ ഇവിടെ നിറച്ച് ചളി ഇതൊക്കെയാണ്. പിന്നെ വഴിക്ക് പുഴയൊക്കെ ചെയ്യണം. അതുകൊണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന ഋഷിയാട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ കൂടിയിട്ട് വെള്ളത്തിലേക്ക് കല്ലൊക്കെ എടുത്തെറിയാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കളിച്ചിരിയായി. ഓക്കേ. അപ്പോൾ ഇവർ പറഞ്ഞതുപോലെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോവുക. നമ്മൾ നിന്നിടത്തുനിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു ഐസ്ക്രീം കട ഉണ്ടായിരുന്നത്. ഒരു വണ്ടി ഉണ്ട് അവിടെ കിടപ്പ്. അപ്പോൾ നമ്മൾ അതിനെ ലക്ഷ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുവാവൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അവനെയും പൊക്കിയെടുത്തോണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അറ്റ്മോസ്ഫിയറാണ്. അത്രയ്ക്ക് ആൾക്കാർ വരാറുണ്ട്. എനിക്കറിയാവുന്ന സ്ഥലമായിരിക്കും. ഏറെക്കുറെ മലപ്പുറംകാർക്ക് നല്ലപോലെ അറിയാവുന്ന സ്ഥലമാണ്. ഞാൻ ഇടുക്കിയിലാണ് ജനിച്ചു വളർന്നതും ഒക്കെ. എനിക്കിത് ഭയങ്കര പുതുമയുള്ള കാര്യം കേട്ടോ. ഈ ഇരിക്കുന്നവർ ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്താണെന്ന്. ഐസ്ക്രീം കഴിക്കുന്ന പിള്ളേര്. റെഡി, 1 2 3. അപ്പോൾ ഈ കണ്ടതൊരു ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരുടെ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഇരിക്കുകയായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു ഇവർ കാഴ്ചക്കാരാണ്. പക്ഷെ ഇവർ മീൻ പിടിക്കുന്ന ടീംസാട്ടോ. 2 ചേട്ടന്മാരായിരുന്നു. അവർ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്കാണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഞങ്ങൾ കാണുന്നത്. ഞാൻ വെറുതെ ഒന്ന് ആകാശത്തേക്ക് നോക്കിയതാണ്. എന്ത് രസമായിരുന്നു എന്നറിയാം. അവിടെ നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയായിരുന്നു കേട്ടോ. കുറേ പറവകൾ ഇങ്ങനെ പറന്ന് പോണത്. അപ്പോൾ നമ്മൾ ഈ പരിസരത്തൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. കാരണം സൂര്യൻ അസ്തമിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. ആ സമയത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അധികം ചൂടൊന്നുമില്ല. നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ ഇവർ പറഞ്ഞ പോലെ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ. തിരിച്ചു പോകുന്ന വഴിക്കാണ് നമ്മൾ നെല്ലിക്ക, ഉപ്പിലിട്ടത്, അതുപോലെ മാങ്ങ, പൈനാപ്പിൾ ഇതൊക്കെ കണ്ടത്. അപ്പോൾ നമ്മൾ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തു, നമ്മളും കഴിച്ച്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഏകദേശം ഇങ്ങനെ സമാപിക്കാറായി. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴയിൽ പോയി തിരിച്ചു വന്നിട്ടോ. ഇത് ക്ഷീണിച്ച ടീംസാണ്. നമ്മൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പൊ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ബാക്കിൽ 2 ആൾക്കാരുണ്ട്.